കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത്. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമായിരുന്നു ആദ്യ യാത്ര. കൊച്ചുവേളിക്ക് പുറമെ പാലക്കാട്, തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നും ആരംഭിക്കുന്ന രണ്ടിടങ്ങളിലും ആസ്ഥ സ്പെഷ്യൽ സർവീസ് നടത്തും. അയോധ്യയിലേക്കുള്ള യാത്രയ്ക്ക് രാമഭക്തരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനാണ് ഇന്ന് പരിസമാപ്തിയായത്. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇന്ന് ആരംഭിച്ചു. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ O. രാജഗോപാൽ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതിപ്പോൾ ഇവിടുന്ന് നേരെ അയോധ്യയിലേക്ക് ഒരു ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പോകാനായിട്ടുള്ള, ഭക്തന്മാർക്ക് പോകാനായിട്ടുള്ള താല്പര്യം കാണും. അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട്. സന്തോഷത്തിന് വഴി ഒരുക്കിയിട്ടുള്ള ഈ റെയിൽവേ അധികൃതരെ അനുമോദിക്കുന്നു. കേരളത്തിൽ നിന്നും 6 ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഉള്ളത്. അതിലെ ആദ്യ സർവീസാണ് ഇന്ന് കൊച്ചുവേളിയിൽ നിന്നും തുടക്കം കുറിച്ചത്. യാത്രയിലുള്ള രാമഭക്തരെല്ലാം തികഞ്ഞ സന്തോഷത്തിലാണ്. പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് രാമഭഗവാനെ ദർശിക്കുക എന്നുള്ളത് ഒരു ജീവിത സാഫല്യമാണ്. ആ വലിയ ഒരു ജീവിത അഭിലാഷം നിറവേറ്റപ്പെടുകയാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പാണ് ആസ്ഥ ട്രെയിനിലൂടെ സാധ്യമായതെന്ന് മറ്റു ചിലർ പറയുന്നു. രാമക്ഷേത്രം ദർശിക്കുക, അയോധ്യ പോകുക എന്ന ജീവിതത്തിൽ ഒരു വലിയ അഭിലാഷമാണ്. എന്തായാലും ഇന്ത്യൻ റെയിൽവേ ഈ വിധത്തിലൊരു വളരെ നല്ലൊരു സൗകര്യമാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭഗവാനൊന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് എടുത്താലും പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. കൊച്ചുവേളിക്ക് പുറമെ പാലക്കാട്, തമിഴ്നാട്ടിലെ നാഗർകോവിലുകളിൽ നിന്നും സ്പെഷ്യൽ ആസ്ഥ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. 3300 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇനി ഫെബ്രുവരി 14, 19, 24, 29 തീയതികളിലാകും റെയിൽവേ അയോധ്യയിലേക്കുള്ള ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പാലക്കാട് പുറപ്പെടാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.